അവനിപ്പം വിചാരിച്ചേക്കണത് ആ ജ്യൂസ് കുടിച്ചിട്ട് ആ ഷേക്ക് കുടിച്ചതിന്റെ ഒരു ഇതാണെന്നാണ് അവൻ വിചാരിച്ചേക്കണത്. അപ്പൊ അവനോട് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവൻ അളയവനെ അന്വേഷിക്കുന്നുണ്ട്, കുട്ടി എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ അമ്മ വീട്ടിലുണ്ട്, കുഞ്ഞു പിള്ളേരെ ആശുപത്രിയിലേക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റില്ലടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ ചോദിച്ചു ആ കുട്ടൂന് വലിയ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവന് അന്ന് ആ സെന്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയി ആ സമയം വരെ അവന് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നടന്ന കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. അവനെ അറിയിച്ചിട്ടില്ല. സാറുമാര് പറഞ്ഞത് അവരായിട്ട് പറഞ്ഞ് കൗൺസിലിംഗ് പോലെ കൊടുത്തിട്ട് അവരെന്നെ അറിയിക്കാം, അവിടുന്ന് കൊണ്ടുവന്ന കാലം മുന്നേ അറിയിക്കാന്നാണ് പറയുന്നത്. ഒരാൾക്കത് പറ്റിയിട്ട് അവൻ പോയി, ഒരാളിപ്പോ അപ്പോളയിലാണ് വേദായി വരുന്നത്. അപ്പൊ നമുക്ക് അവിടത്തെ കാര്യം ഇതും കൂടി വരുമ്പോ എല്ലാം കൂടി ഒരു ഇത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് പിന്നാലെ ഇങ്ങനെ വരുമ്പോ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവനെ രണ്ടാമതും അവിടെ നിന്ന് വന്നിട്ട് രണ്ടാമത് ഇവിടെ വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് ഇപ്പൊ ആ ഭാഗത്ത് നിന്ന് തന്നെ വരാൻ ചാൻസ് കൂടുതലുള്ളത്. പേടിയുണ്ട്. അയ്യോ പേടിയുണ്ട്. പിന്നെ 2 മക്കള് വേറെ ഉണ്ട്. അതായത് മൂത്തോളുണ്ട്, മോളുണ്ട്, പിന്നെ അവന്റെ ആശുപത്രി കിടക്കുന്നവനുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് അവന്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ റൂമിലെ വീണ്ടും കിടന്നാർന്നു. അപ്പോഴും ഭാഗ്യം കൊണ്ട് പിന്നെ അന്ന് നമുക്കൊന്നും പറ്റിയില്ല. അതാണ് അതിന്റെ ഒരു കാരണം അവിടത്തെ കാര്യം അത്. ഇവിടത്തെ ഇത് ഇന്നലെ ഞങ്ങൾ ഇത് പാമ്പിനെ ഇന്നലെ മിനിഞ്ഞാന്നും ഈ പാമ്പിനെ കണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ആശുപത്രിയിലായിരുന്നു, അപ്പോളയിലായിരുന്നു. അവിടെ നിന്ന് ഇത് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ ഇന്നലെയും ഇതുപോലെ തന്നെ വന്നു. ഒരു വകുപ്പുകാരായാലും ഫോറസ്റ്റുകാരായാലും ആ സാറുമാർ റെസ്ക്യൂ ടീമുകളൊക്കെ ആയാലും എപ്പോൾ വിളിച്ചാലും അവര് വരാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞങ്ങനെ ഏത് രാത്രി നിങ്ങൾ വിളിച്ചോ, ഞങ്ങൾ വിളിക്കുമ്പോ ഒപ്പനെ വരാറുണ്ട്. അവരൊക്കെ ഇന്നലെ വന്ന് നോക്കി പോയിട്ടാണ് രണ്ടാമതും ഇന്നലെ വീണ്ടും പാമ്പിനെ കണ്ടത്. അതെ, എന്റെ അപ്പച്ചനാണ് അമ്മായപ്പച്ചനാണ് കണ്ടത്. അമ്മായപ്പനാണ് കണ്ടത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് ആ വീട്ടിലാണ്, താഴത്തെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ അവനെ നമ്മളെ കുട്ടൂനെ കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഈ മൂലക്കെന്നാണ് ഒരെണ്ണത്തിനെ കണ്ടത്. ഒരെണ്ണത്തിനെ മാത്രമേ പുറത്ത് കണ്ടിട്ടുള്ളൂ, ബാക്കി 4 അകത്താണ് കണ്ടത്. ആശങ്കയുണ്ടോന്നോ അവനിപ്പം വിചാരിച്ചേക്കണത് ആ ജ്യൂസ് കുടിച്ചിട്ട് ആ ഷേക്ക് കുടിച്ചതിന്റെ ഒരു ഇതാണെന്നാണ് അവൻ വിചാരിച്ചേക്കണത്. അപ്പൊ അവനോട് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവൻ അളയവനെ അന്വേഷിക്കുന്നുണ്ട്, കുട്ടി എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ അമ്മ വീട്ടിലുണ്ട്, കുഞ്ഞു പിള്ളേരെ ആശുപത്രിയിലേക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റില്ലടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ ചോദിച്ചു ആ കുട്ടൂന് വലിയ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവന് അന്ന് ആ സെന്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയി ആ സമയം വരെ അവന് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നടന്ന കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. അവനെ അറിയിച്ചിട്ടില്ല. സാറുമാര് പറഞ്ഞത് അവരായിട്ട് പറഞ്ഞ് കൗൺസിലിംഗ് പോലെ കൊടുത്തിട്ട് അവരെന്നെ അറിയിക്കാം, അവിടുന്ന് കൊണ്ടുവന്ന കാലം മുന്നേ അറിയിക്കാന്നാണ് പറയുന്നത്. ചേച്ചി വലിയ ഭീതിയിലായിരിക്കുമല്ലോ നിങ്ങൾ ആ സമയത്ത്? എന്താണ് പറയാനുള്ളത് ഇപ്പൊ വീടിനകത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ? പാമ്പ് ഇങ്ങനെ വന്നോണ്ട് ഉള്ളിൽ നല്ല ഭയമുണ്ട്. ഇപ്പോഴെപ്പോഴും ഇതിപ്പോ ഞങ്ങളൊക്കെ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു, ഈ 4ാമത് കാണുന്ന സമയത്തൊക്കെ. അപ്പൊ ഇവിടെ മോളുണ്ടായിരുന്നു. ഫസ്റ്റത്തെ പ്രാവശ്യം കാണുമ്പോൾ മോളാണ് മോളാണ് ചവിട്ടാൻ പോയത്. മോൾ ശരിക്കും ചവിട്ടാൻ പോയി കാലുമ്പോ അത് അനങ്ങുന്നതിന്റെ ഒരു ഇത് കണ്ടിട്ടാണ് ആള് നോക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും ഇന്നലെ 2 പ്രാവശ്യം കണ്ടപ്പോ നല്ലോണം പേടിയുണ്ട് ഉള്ളില്. പിന്നെ സാർമാര് വിളിച്ചപ്പോ തന്നെ വരും ചെയ്തായിരുന്നു. അവര് വന്ന് കൊറേ നോക്കിയാലും കണ്ടിണ്ടായില്ല. അതാണ് ഭയങ്കര ഉള്ളിലെല്ലാവർക്കും നല്ല പേടിയുണ്ട്. പഴയ വീട്ടിലെ ഞങ്ങളുടെ വീട് പഴയതില് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇവരെല്ലാവരും ജനിച്ചതും ഇത്രയായതൊക്കെ. ഇപ്പൊ ഇവിടേക്ക് വന്നിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. പക്ഷെ നമ്മള് ഇവന് പറ്റുമ്പോഴൊന്നും നമ്മള് മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഈ സംഭവമാണ് കാരണം. അവന് ഫസ്റ്റ് തന്നെ വയറുവേദന വന്ന് ഞങ്ങളൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി കഴിഞ്ഞ് വന്ന വഴിക്ക് തന്നെയാണ് ഇവര് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്, അവക്കാട വെച്ച ഷെയ്ക്ക് ഉണ്ടാക്കി. അപ്പൊ അതില് വയറുവേദനയാണെന്ന് വിചാരിച്ചത്. പക്ഷെ മറ്റവന് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ളവന് വയറുവേദന വരുമ്പോഴും അവന് ഇപ്പൊ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റണ്ടായില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കും അപ്പോഴും അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഛർദിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ പറയുന്നുണ്ടായിരുന്നില്ല. ഇല്ല എന്നാ പറഞ്ഞ, ഛർദി വരുന്നില്ല, അതൊന്നും പ്രശ്നമില്ല, ബാത്റൂമിൽ പോകണ്ട എന്നാ പറഞ്ഞു. എത്രയും വേഗം ഇതൊന്ന് കണ്ടുപിടിക്കണമെന്നുണ്ട് ഉള്ളില്. ജോൺസി പാടിന്ന് പറഞ്ഞാൽ ആൾക്ക് താഴെ നല്ല പേടിയാ, നല്ലോണം പേടിയുണ്ട് പാമ്പിന്.
മറ്റവന് പേടിയുണ്ടെങ്കിൽ അവന് പനിയൊക്കെ വരുമ്പോഴാണ് പാമ്പിന്റെ കാര്യം കൂടുതൽ ആള് പറയുക. അതാൾ പറയും, പാമ്പ് വരുന്നുണ്ട്, എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പാമ്പുകൾ വരും എന്നൊക്കെ പറയും. പറയായിരുന്നു, ഇടക്കിടയ്ക്ക് പറയായിരുന്നു. അത് മുമ്പ് ഇനി വല്ലതും കണ്ട് പേടിച്ചിട്ടാണോന്ന് അറിയില്ല. പക്ഷെ ആൾക്ക് നല്ല പേടിയുണ്ട് ഉള്ളിൽ. ഇല്ല ഇന്നവരെ കണ്ടിട്ടില്ല. പുറമേ കണ്ടിട്ടുണ്ട്. ഈ മോനെ ഫസ്റ്റ് കുത്തിയതിന്റെ ശേഷം ഞങ്ങൾ വന്നപ്പോഴാണ് ഫസ്റ്റ് ഒരു പാമ്പ് അകത്തുണ്ടെന്ന് മനസ്സിലായത്. അന്നാണ് ആ പാമ്പിനെ അപ്പം തന്നെ ഞങ്ങള് കണ്ടത്. ആൾക്ക് ടൈൽസിന്റെ വർക്ക് തന്നെയാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.